ഇനി നമുക്കിതിലേക്ക് അരമുറി സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 പിടി തേങ്ങ, 2-3 പച്ചമുളക്, ഒരു ചെറിയ ഉള്ളി, 2-3 വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം എന്നിവ കൂട്ടിങ്ങാണ്ട് അരച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറിയൊരു ഇഞ്ചി കണ്ടപൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുത്തപ്പോൾ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുക്കറിൽ കുറച്ച് കടല ഉപ്പിട്ട് കണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അങ്ങനെ കറി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളെ കടലക്കറി റെഡിയായി. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.